നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ബ്ലോക്കേജ് വന്നത് എന്തുകൊണ്ടാണെന്നാണ് നോക്കുന്നത്. അതുപോലെ തന്നെ സിറ്റുവേഷൻസ് മാറുമോ എന്നും നിങ്ങൾക്ക് ഒരുമിച്ചൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്കത് ഒരു റെസനേറ്റായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് വേണ്ട എന്ന് ചിന്തിക്കുകയും നമ്മൾക്ക് വൈരാഗ്യമോ വെറുപ്പോ ഒക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ റീഡിങ്സ് കാണേണ്ട ആവശ്യമില്ല. കമൻസിലൊക്കെ നമുക്കിങ്ങനെ കാണാം ആ ഒരു പേഴ്സണെ വളരെയധികം മോശമായിട്ടൊക്കെ ഇങ്ങനെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിയോട് നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമാണ് ആ വ്യക്തിയെക്കുറിച്ച് അറിയാൻ നിങ്ങൾ റീഡിങ്സുകൾ കാണാൻ വരികയുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പോസിറ്റീവായി തന്നെ ചിന്തിക്കുക. അതല്ലാതെ നമ്മൾ ഓരോ വാക്കുകളും ഞാൻ പണ്ട് മുതലേ പറയുന്നതല്ലേ, നമ്മളൊരു എഴുതുന്ന കാര്യം പോലും അത് മാനിഫെസ്റ്റേഷൻ ആവുക അല്ലെങ്കിൽ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു വ്യക്തിയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റീഡിങ്സുകൾ പൂർണ്ണമായും കേൾക്കുക, സൈലൻ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ യൂണിവേഴ്സൽ നന്ദി പറയുക. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ജനറൽ റീഡിങ്സുകളെല്ലാം, ഏത് ടാറോ റീഡിങ്സ് ആണെങ്കിലും ജനറൽ റീഡിങ്സുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷനാണ് അത് നടക്കുന്നത്. വളരെയധികം നമ്മൾ പറയുമ്പോൾ ആ വ്യക്തിയുടെ പേരും ഫേസൊക്കെ മനസ്സിൽ നല്ല ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു റീഡിങ്സ് കേട്ടിരിക്കുന്നത് നിങ്ങളിലേക്കൊരു മാനിഫെസ്റ്റേഷനാണ് നടക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ സോള് നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അതല്ല നിങ്ങളിലേക്ക് വരാൻ അർഹതയില്ലാത്ത, നിങ്ങൾക്കിടെ ആ ഒരു ടൈം പീരീഡ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒരുമിച്ച് പോകാനെങ്കിൽ, ആ ഒരു സമയം കഴിഞ്ഞു വിട്ടുപോയ വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. ഈ ഒരു പെയിൻഫുള്ളായ സിറ്റുവേഷൻസിൽ നിന്നും അവരുടെ ഓർമ്മകളിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ്സുകൾ, ജനറൽ റീഡിങ്സുകൾ കേൾക്കുന്നതോടെ ഒരു ഇത്ര ടൈം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക, പോസിറ്റീവായിട്ട് തന്നെ കാണുക. നമുക്ക് ആവശ്യമില്ലാത്തതിനെ വിട്ട് കളയാനുള്ള ഒരു മനസ്സ് കാണിക്കുക കേട്ടോ. ഒരിക്കലും അവരോട് ശാപവാക്കുകൾ പറയുക, അവരെ മോശമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടിരിക്കും, അതിനൊരു മാറ്റവുമില്ല. അത് കാലം ഒന്നെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ വെച്ച് തന്നെയായിരിക്കാം ആ വിധി നടപ്പിലാക്കുന്നതെന്നും മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്തരും, അതിൻ്റേതായ സാഹചര്യവും സമയവും ആകുമ്പോൾ. അതും മനസ്സിലാക്കുക കേട്ടോ. അതല്ലാതെ ഒരിക്കലും മോശമായിട്ട് അതും ഇതൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ തന്നെ നമ്മളെ ദുഷിക്കുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ, വേറൊന്നും അവിടെ സംഭവിക്കുന്നില്ല. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന സിക്സ് ഓഫ് വാൻഡ്സ് ആണ്. അതായത് നമ്മളിവിടെ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കുണ്ടായ ഒരു ബ്ലോക്കേജ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളും അവരും തമ്മിൽ വളരെ ശക്തമായൊരു ഫൈറ്റിംഗ് നടന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു കാണാം നിങ്ങൾക്കിടയിൽ. ആദ്യം വളരെയധികം ഭയങ്കരമായി കണക്റ്റഡായ വ്യക്തികളായിരുന്നു കാണാം. പക്ഷേ പിന്നീട് നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. കാരണം ഒന്നെങ്കിൽ ഒരു വ്യക്തി പതുക്കെ മൂവ് ഓൺ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തപ്പോൾ നിങ്ങൾ അവരെ ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചു കാണും. അപ്പം അവർ കൂടുതൽ നിങ്ങളിൽ നിന്ന് പിന്മാറാൻ നോക്കിയപ്പോൾ അവരെ നിങ്ങൾ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചു. അതൊക്കെ തന്നെയാണ് നിങ്ങൾക്കിടയിൽ പൂർണ്ണമായും ഒരു ബ്ലോക്കേജിലേക്ക് പോകാൻ, അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിലൊരു സെപ്പറേഷൻ പീരീഡ് ഉണ്ടാവാനുണ്ടായ കാരണമെന്നാണ് നമുക്ക് കാണുന്നത്. കാരണം അവർക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. നിങ്ങളോടൊപ്പം വന്നു എങ്കിൽ തന്നെ അവർക്ക് ഒന്നിൽ കൂടുതൽ ലക്ഷ്യങ്ങൾ വെച്ച് വന്ന വ്യക്തികളാണ്. കാരണം അവർക്ക് കുറേ അബണ്ടൻസും സമൃദ്ധിയും പിന്നെ വളരെയധികം ഇൻഡിപെൻഡൻസ്, അവർക്ക് സ്വാതന്ത്ര്യമായിരുന്നു ഇഷ്ടം. അവരെ മറ്റൊരാൾ ഭരിക്കുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യുക, ഇതൊന്നും ആ ഒരു
വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമല്ലായിരുന്നു, ചോദ്യം ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു. കാരണം സ്വാതന്ത്ര്യത്തെ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. അവർക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ഇഷ്ടമുണ്ടായിരുന്ന വ്യക്തികളായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ വേറെ ലക്ഷ്യങ്ങളും അവർക്കുണ്ടായിരുന്നു. കരിയർ പരമായിട്ടാണെങ്കിലും മറ്റും വേറെ കുറേ സക്സസ് വേണം, വിജയിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച പേഴ്സണെയാണ് കാണുന്നത്. പക്ഷെ പ്രതീക്ഷിച്ചതുപോലൊന്നും ലൈഫിലേക്ക് വരാതെയും കൂടി ആയപ്പോഴാണ് നിങ്ങൾക്ക് തമ്മിൽ ആ ഒരു ബ്ലോക്കേജ് വരാൻ തുടങ്ങിയത്. കാരണം ടൈം അവർക്ക് അനുകൂലമല്ലായിരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതൊക്കെ അവർക്കൊരു വളരെയധികം ഒരു മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കി. പ്ലസ് നിങ്ങൾ അവരോട് കാണിച്ച അമിതമായ ഒരു സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അമിതമായ സ്നേഹം പോലും അവർക്ക് നെഗറ്റീവായിട്ടൊരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെല്ലാമാണ് നിങ്ങൾക്കിടയിൽ വന്ന മെയിനായിട്ടുള്ളൊരു ബ്ലോക്കേജ്. കൂടാതെ തന്നെ അവർ പ്രതീക്ഷിച്ചതൊന്നും ആയിരുന്നില്ല അവരുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരുന്നത്. കാരണം ഇവർക്ക് പാസ്റ്റിലും എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നല്ലൊരു ആക്സിഡൻറ്റ് സംഭവിച്ച വ്യക്തിയാണ്, അതായത് നല്ല ട്രോമ ഉണ്ടായിരുന്ന പേഴ്സണെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് മറ്റാരെങ്കിലും വിശ്വസിക്കുകയോ അതല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പാർട്ട്ണർഷിപ്പോ മറ്റു കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ ഒരു ഫിനാൻഷ്യലായിട്ടും മെൻ്റലിയൊക്കെ അവർക്ക് നല്ല ഒരു ശിക്ഷ അല്ലെങ്കിൽ അവർക്കൊരു നഷ്ടം സംഭവിച്ചതായിട്ടാണ് കാണുന്നത്. അവർ പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്ത് നിന്നും അവർക്ക് നല്ല നെഗറ്റീവായ സിറ്റുവേഷൻസുകൾ ഉണ്ടാവുകയും ആ ഒരു ട്രോമയിൽ നിൽക്കുമ്പോഴായിരിക്കാം നിങ്ങളുമായിട്ട് അവർ പെട്ടെന്ന് കണക്റ്റഡ് ആകുന്നതും പിന്നീട് നിങ്ങളിൽ നിന്നുമുള്ള ഒരു പെരുമാറ്റവും സിറ്റുവേഷൻസുമൊക്കെ അവരെ മറ്റൊരു സാഹചര്യത്തിലേക്ക് നിങ്ങളിൽ നിന്നും ഒരു അകൽച്ച ഒന്ന് മൂവ് ഓൺ ചെയ്ത് നിൽക്കാൻ തോന്നിപ്പിച്ചതായിട്ടാണ് കാണുന്നത്. 10 ഓഫ് കപ്സ് ആണ്. അവർക്ക് വേറെ എന്തൊക്കെയോ ഓപ്ഷൻസുകൾ വന്നിരുന്നു. നിങ്ങൾക്കപ്പുറത്തേക്ക് അവർക്ക് ചിലപ്പോൾ പാസ്റ്റിൽ നിന്ന് ആരുടെയെങ്കിലുമൊക്കെ ഒരു തിരിച്ചുവരവ് ഉണ്ടായിട്ടുണ്ടാവാം. അവർക്ക് നിങ്ങൾ കാണുന്നതിന് മുമ്പ് മറ്റാരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഇമോഷണലി ബന്ധമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ പാസ്റ്റിൽ നിന്നും അവരെ തേടി പിന്നെയും ഒരു എനർജി വന്നതായിട്ടാണ് കാണുന്നത്. കാരണം അത് അവർ വളരെയധികം കണക്റ്റഡായി പോയി എന്നാണ് കാണുന്നത്. കൂടാതെ തന്നെ അവർക്ക് കുറച്ച് ഇമോഷണലി ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അവർ ശ്രമിച്ചു. അപ്പം നിങ്ങളുടെ മുമ്പിൽ അവർക്ക് ഇമോഷൻ സ്റ്റെബിലിറ്റി കുറവാണ് ഫീൽ ചെയ്തത്. അവർക്ക് മറ്റൊരു സിറ്റുവേഷൻസിൽ വളരെയധികം ഇമോഷണലി സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുകയും അത് അവർ പെട്ടെന്ന് ആക്ഷൻ എടുത്തു. അവർ പെട്ടെന്നായിരുന്നു നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതെന്നാണ്. കാരണം വലിയൊരു ആക്ഷൻ എടുത്താണ് അവർ പോയത്. കാരണം പൂർണ്ണമായും അങ്ങോട്ടേക്ക് അവർ പോയതായിട്ടാണ് കാണുന്നത്. കാരണം അവരൊരു ഫാമിലി പോലെ ആ വ്യക്തികൾ നിങ്ങളിൽ നിന്ന് മാറിയതോടുകൂടി അവർ ചെന്ന് പെട്ട സ്ഥലത്ത് അവർക്കങ്ങ് സാറ്റിസ്ഫാക്ഷനായി. കാരണം അവർക്കൊരു മുജ്ജന്മ ബന്ധം പോലൊക്കെ ഫീൽ ചെയ്തതായിട്ടാണ് കാണുന്നത് ആ ഒരു കണക്ഷനെ. അതുപോലെ മാത്രമല്ല ഒരു അഡിക്ഷനും ഉണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷൻസിൽ. നിങ്ങളിൽ നിന്നും അവർ വിട്ടുപോകാനുള്ള ഏറ്റവും വലിയ കാരണം അവർക്കടെ ഒന്നെങ്കിൽ പാസ്റ്റിൽ നിന്ന് വന്ന മറ്റൊരു വ്യക്തിയുമായിട്ട് പെട്ടെന്ന് തോന്നിയ ഇമോഷണലി ഒരു കണക്ഷൻസ്, അതുപോലെ തന്നെ അവർക്ക് തമ്മിലൊരു അഡിക്ഷൻ ഉണ്ടായിരുന്നു, വിട്ടുപോകാൻ പറ്റാത്ത വിധം. മാത്രമല്ല ഒരു ബന്ധനവുമായിപ്പോയത്. അവിടെ വളരെയധികം ഹാപ്പിനെസ് ഫീൽ ചെയ്തു. പക്ഷെ അത് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവായ ബന്ധനമായിരുന്നു. അത് അവരെ ചൂഷണം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു. അവരുടെ ഡെസ്റ്റിനിയോ അവരുടെ സോൾ കണക്ഷൻസോ ഒന്നുമല്ലായിരുന്നു. പക്ഷെ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തതായിട്ടാണ് കാണുന്നത്. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് മറ്റൊരു കാർമിക് സിറ്റുവേഷൻസ് അനുഭവിച്ച് തീർക്കേണ്ട വ്യക്തികളാണ് നിങ്ങളുടെ പേഴ്സൺ. അവർ ആ ഒരു സിറ്റുവേഷൻസ് ചെല്ലാനും അവിടെ നിന്നും കുറച്ച് ലെസൺ പഠിക്കേണ്ടതായി വന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സെക്ഷൽ അഡിക്ഷൻസ് ഒക്കെ വളരെയധികം ആ ഒരു റിലേഷനിൽ ആ ഒരു സിറ്റുവേഷൻസിൽ ഉണ്ടായതായിട്ടാണ് കാണുന്നത്. കൂടാതെ തന്നെ ഒരു ചീറ്റിംഗ് എനർജിയും നിങ്ങളുടെ പേഴ്സണിന് നേരെ ഒരു ചീറ്റിംഗ് എനർജിയും സംഭവിച്ചു. കാരണം വേറൊന്നും കൊണ്ടുമല്ല, അവരത്രത്തോളം അങ്ങ് വിശ്വസിച്ചു, കണ്ണടച്ച് ആ ചെന്ന സിറ്റുവേഷൻസിനെ ആ പേഴ്സണിനെ വിശ്വസിച്ചതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും എല്ലാ രീതിയിലും നിങ്ങളോട് കാണിക്കാത്ത മുഴുവൻ സ്നേഹവും അവിടെ പ്രകടിപ്പിച്ചു. ആ വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായി. പക്ഷേ അവരുടെ അടുത്ത് വന്ന വ്യക്തിക്ക് അത്രത്തോളം ഇമോഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒള്ളി അഡിക്ഷൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ തന്നെ ഒരു ബന്ധനവും ഒരു ചീറ്റിങ്ങുമായിരുന്നു. നെഗറ്റീവ് എനർജിയാണ് അവർക്ക് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ക്വീൻ ഓഫ് കപ്സ് ആണ്. ഇമോഷണലി ഒരു സ്റ്റെബിലിറ്റി തേടി പോയതാണ്. മറ്റൊരിടത്തേക്ക് നിങ്ങളെ വിട്ടുപോയതിൻ്റെ മെയിനായിട്ടുള്ള കാരണം പുതിയൊരു തുടക്കമായിരുന്നു. കാരണം എന്തൊക്കെയോ വിജയവും സക്സസ് ഒക്കെയാണ് ആ വ്യക്തി പ്രതീക്ഷിച്ചത്.
കുറേ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും പോകാനുണ്ടായ ഏറ്റവും വലിയ കാരണം ഒരു ന്യൂ ബിഗിനിങ് ആയിരുന്നു, മാറ്റം. അവർ ചിന്തിച്ചു വലിയൊരു മാറ്റം, എൻ്റെ ഒരു ബിഗ് ചേഞ്ചിങ് ആണ് എനിക്ക് വരാൻ പോകുന്നതെന്ന് ഈ പേഴ്സൺ ചിന്തിച്ചു. നിങ്ങളുടെ പേഴ്സൺ അതാണ് ഏറ്റവും വലിയ ഒരു നിങ്ങൾക്ക് ഇടയിലുണ്ടായ ഒരു ബ്ലോക്കേജിന് കാരണം. കൂടാതെ തന്നെ അവർക്ക് വളരെ പ്രതീക്ഷയായിരുന്നു, പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇമോഷണലി ഒരു സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടായി, ഒരു റിലാക്സ് മൈൻഡിലേക്കാണ് ചെന്നുപെട്ടത്. അതായത് കണ്ണ് കെട്ടി ചെന്നുപെട്ടത് വളരെ പ്രോഗ്രസ്സോടുകൂടി ഒരു റിലാക്സേഷൻ മൈൻഡിലേക്ക് ചെന്നുപെടാൻ സാധിച്ചതായിട്ടാണ് കാണുന്നത്. റിയൂണിയൻ പെട്ടെന്ന് തന്നെ അവർ തമ്മിൽ കണക്റ്റഡ് ആവുകയും നല്ല ഒരു റിയൂണിയൻ സംഭവിക്കുകയും ചെയ്തു. കൂടാതെ തന്നെ എൻ്റെ മെയിൻ പാർട്ട്ണർ, എൻ്റെ യഥാർത്ഥ വ്യക്തി ഇതാണെന്നുള്ള ആ ഒരു തോട്ട്സും അവരെ നിങ്ങളിൽ നിന്നും ബ്ലോക്ക് വരുത്താനുള്ള കാരണമുണ്ടാക്കി. പുതിയ പല കാര്യങ്ങളും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കേട്ടോ. അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടായിരുന്നു, മാനസിക ഫിസിക്കലിയും ഇമോഷണലിയും മാത്രമല്ല അവർക്ക് ഫിനാൻഷ്യലി ഒക്കെ ഒരു സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷൻസിൽ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുകയും കൂടെ ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്തു. ശരിക്കും ഒന്നെങ്കിൽ ആ പേഴ്സണും നിങ്ങളുടെ വ്യക്തിയിലേക്ക് വന്ന പേഴ്സണും പെട്ടെന്നൊരു അഡിക്ഷൻ ഫീൽ ചെയ്തു, മറ്റോ എല്ലാം മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആവുകയാണ് ചെയ്തതെന്നാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിലെ ഒരു ശക്തമായ ബ്ലോക്കേജും ഇത്രത്തോളം പെയിൻഫുള്ളായ സിറ്റുവേഷൻസൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല അതൊരു കാർമിക് സിറ്റുവേഷൻസ് ആണെന്ന്. കാരണം ഈ കാർമിക് സിറ്റുവേഷൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്തോ ഇരുമ്പും പോലെയാണ്, ഒറ്റ കണക്ഷനാണ്, സഡൻ കണക്റ്റഡ് ആകും. അത് വളരെ ആഴത്തിലായിരിക്കും അവർ കണക്റ്റഡ് ആകുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഒരു വ്യക്തിയിൽ നിന്നും ചെറുതായിട്ട് ചില ഇൻസിഡൻറ്റുകൾ ഉണ്ടാവാൻ തുടങ്ങുന്നത്, ചില ഓർക്കാപ്പുറത്തുള്ള ചില തിരിച്ചടികൾ കിട്ടുന്നതൊക്കെ ആ ഒരു കുറേ നാൾ അതങ്ങനെ നല്ല സ്മൂത്തായിട്ട് വളരെ എൻജോയ്മെൻറ്റിലൂടെ കടന്നു പോയി കഴിയുമ്പോഴാണ് തിരിച്ചടികൾ കിട്ടി തുടങ്ങുന്നത്. ശരിക്കും പാസ്റ്റിൽ നിന്നും വന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഒന്നെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലുള്ള വ്യക്തിയാവാം, അതല്ലെങ്കിൽ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആ ഒരു പാസ്റ്റിൽ ഒന്നെങ്കിൽ അവർക്ക് മുൻപരിചയമുള്ള വ്യക്തിയാവാം, കുറേ കാലങ്ങൾക്ക് മുമ്പ് പരിചയം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാവാം, ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു സൗഹൃദമോ ഒരു പരിചയത്തിൽ പോയതിന് ശേഷം പിന്നെ ബന്ധത്തിലേക്ക് വന്നതായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും നല്ല ബാലൻസിൽ പോകാൻ ശ്രമിച്ചു അവർ ആ ഒരു ബന്ധത്തെ. അതുപോലെ തന്നെ ഒരു കുടുംബവും ബന്ധം എല്ലാ രീതിയിലും അവർ കണക്റ്റഡ് ആയിരുന്നു കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നല്ല കണക്ഷൻസ് ഉണ്ടായിരുന്നു. ഫാമിലി പരമായിട്ട് വരെ ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം വീട്ടിൽ വന്നു പോകാനൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അത്രത്തോളം ആഴത്തിൽ. അതുപോലെ ഫിനാൻഷ്യലായിട്ടൊക്കെ ഉള്ള കൊടുക്കൽ വാങ്ങലുകളും കുടുംബത്തിനകത്തൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടിങ് ഒക്കെ വന്നപ്പോഴാണ് നിങ്ങൾക്കിടയിൽ ഒരു നല്ല ബ്ലോക്കേജ് വരാനുണ്ടായ കാരണം. അവസാനം 4 ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത്. ശരിക്കും നിങ്ങളെ പൂർണ്ണമായും ആ പേഴ്സൺ ഒഴിവാക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുകയും കൂടാതെ തന്നെ നല്ലപോലെ ബൗണ്ടറി ഇട്ടു. ചിലപ്പോൾ എല്ലാ രീതിയിലും നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു കാണും. അവർ നിങ്ങളുടെ നേരെ ഫൈറ്റിംഗ് ചെയ്യുകയായിരുന്നു. കാരണം ഒന്നും പറയാതെ, നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാതെ, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാന്ന് പോലും നിങ്ങളോട് പറയാതെ നിങ്ങളെ കുരങ്ങ് കളിപ്പിച്ച് കാണും ഈ പേഴ്സൺ. കാരണം അത്രത്തോളം നെഗറ്റീവായ ഒരു എനർജിയാണ് നിങ്ങളുടെ നേരെ ആ ഒരു പേഴ്സൺ വരുത്തിയതെന്നാണ്. കാരണം അത്രയ്ക്ക് ബ്ലോക്കേജ് വരുത്തി നിങ്ങളുടെ നേരെ. എന്നിട്ട് പൂർണ്ണമായും ഒന്നെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്തു പോയി, അതല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഇട്ടിട്ട് ഒരു ലെറ്റ്കോ പോലെ വന്നും പോയി ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെ നിങ്ങളെ ഇട്ട് കളിപ്പിച്ച് നിങ്ങൾ ശരിക്കും ഒറ്റപ്പെടുകയും നിരാശപ്പെടുകയും അതുപോലെ ഈ ഒരു ബന്ധത്തിൽ പെട്ടുപോയതും നിങ്ങളായിട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻസിനെ മറക്കാനോ കയറി പോരാനോ ഒന്നും സാധിച്ചില്ല എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ശരിക്കും ഈ ഒരു പേഴ്സണിനെ വിശ്വസിച്ചു. അതുപോലെ ആ പേഴ്സണിൽ നിങ്ങൾ വളരെയധികം അഡിക്റ്റഡ് ആയിരുന്നു എന്നുമാണ് നമുക്ക് കിട്ടുന്ന എനർജി. പക്ഷേ അവർക്ക് മറ്റൊരു സിറ്റുവേഷൻസ് എല്ലാ രീതിയിലും ഉത്തമമായി കിട്ടിയപ്പം അവർ പൂർണ്ണമായും പതുക്കെ നിങ്ങളിൽ നിന്നും ലെറ്റ് ഗോ ചെയ്തു. അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസിലും കുറേ എനർജികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അവർക്കൊരു പാസ്റ്റിലെ വ്യക്തിയുടെ ഒരു സാന്നിധ്യമാണ് നല്ലതുപോലെ കടന്നു വന്നിരിക്കുന്നത്. അതുപോലെ ഫിനാൻഷ്യലായിട്ടൊക്കെ ഒരു സപ്പോർട്ടിങ്ങും അവർ വളരെ പ്രതീക്ഷിച്ചു ആ ഒരു സിറ്റുവേഷൻസിലൊരു വിജയമൊക്കെ. എന്താണെങ്കിലും നിങ്ങൾക്കും അവർക്കും തമ്മിലൊരു ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യം, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്കൊരു ശക്തിയും സ്ട്രെങ്തും ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളെ ഇനി മുന്നോട്ടേക്ക് ഇനി തനിച്ചാണേലും കൊണ്ടുപോകാൻ പാകത്തിനൊരു പവർഫുൾ
പെയിൻഫുള്ളായ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ആ പേഴ്സണ് വേറെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ ഫ്യൂച്ചറിൽ അവർ ഹോൾഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്, നിങ്ങളിലേക്ക് വരേണ്ടി വരുന്നുണ്ട്. കാരണം അവർക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട്. കാരണം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളോടൊരു തുറന്നു പറയുകയും നിങ്ങളോടൊപ്പം തന്നെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് നൽകുന്നത് അതിനനുസരിച്ച് നിങ്ങളോട് മുന്നോട്ട് പോകൂ എന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത്. ദ ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്നും തീർച്ചയായിട്ടും ആ പേഴ്സണുമായിട്ടൊരു തുടക്കം ഒരിക്കൽ കൂടി വരും. പക്ഷേ നിങ്ങളുടെ അനുഭവം വെച്ച് മാത്രം സ്വീകരിക്കുക കേട്ടോ. അതല്ലാതെ ഒരിക്കലും ഒരു പേഴ്സണെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നും പറഞ്ഞ് അവർ ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും ക്ഷമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇരയാക്കപ്പെടുമെന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് നിങ്ങളിലേക്ക് എല്ലാ ബ്ലെസ്സിങ്സോടു കൂടിയും പൂർണ്ണമായും നിങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് ഈ പേഴ്സൺ തിരിച്ചു വരും. ആ ഒരു സ്റ്റക്നെസ്സും മാറുകയും ചെയ്യും. കാരണം ശരിക്കും നിങ്ങളാണ് യൂണിവേഴ്സൽ കണക്റ്റഡായ യഥാർത്ഥമായി സോൾ കണക്ഷൻസ്. ഒരു ടിൻ ഫ്ലെയിം ജേണിയാണ് നിങ്ങളുടെ. അതാണ് നിങ്ങൾ ഇത്രയും പവർഫുള്ളായ പെയിൻ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. നിങ്ങളൊരു ടിൻ ഫ്ലെയിം ജേണിയിൽപ്പെട്ടവരാണ്. ശരിക്കും ഒരേ സോളുകളാണ്. നിങ്ങൾ പൂർണ്ണമായും കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ ആ വ്യക്തിക്കും ആ വ്യക്തി നിങ്ങൾ തമ്മിൽ പൂർണ്ണമായും അങ്ങ് ഇഴുകി ചേർന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ ഇനി ഒരു ശക്തികൾക്കും പിരിച്ചു കളയാൻ പറ്റില്ല കേട്ടോ. ഹാപ്പി ഫാമിലിയാണ്. നല്ലൊരു സെലിബ്രേഷനും സന്തോഷവും നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹവും സാന്നിധ്യവും അതുപോലെ എല്ലാ രീതിയിലെ ഒരു പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് കിട്ടും. ഒരു ഹാപ്പി ഫാമിലി, സന്തോഷവും സുഖവും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഫ്യൂച്ചറിലേക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വെൽത്ത്, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇതെല്ലാം യൂണിവേഴ്സ് ഒരുക്കുന്നുണ്ട്. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. കാലം നിങ്ങൾക്ക് അനുകൂലമായി വരും ഫ്യൂച്ചറിൽ. കാരണം അബണ്ടൻസും സമൃദ്ധിയും വരും. അതുപോലെ തന്നെ വളരെ ഇമോഷണലി ഒക്കെ നിങ്ങൾ ഏറ്റവും ടോപ്പിലായി ചെന്ന് നിൽക്കൂട്ടോ. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു എൻഡിങ് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഒരുപാട് പ്രതീക്ഷയോട് കൂടി മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഫ്യൂച്ചറിൽ നിങ്ങൾക്കുണ്ടാകും. ഒരു മാറ്റവുമില്ല. ഒരുപാട് സ്കോപ്പ് ഉണ്ട് കേട്ടോ. പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങൾ നിന്നോളുക. വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. ആ ഒരു ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. വീൽ ഓഫ് ഫോർച്യൂൺ വന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ 5 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. ലോസും ഇടയ്ക്ക് സംഭവിക്കാം. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ ഒരു പ്രത്യേകത അതാണ് കേട്ടോ. കയറ്റവും തരും ഇറക്കവും തരും. അപ്പം ലൈഫിൽ കുറച്ച് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരും ഫ്യൂച്ചറിൽ. അത് നമ്മളുടെ ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പെയിനും ഇൻസിഡൻറ്റും ഒക്കെയാണ് വീണ്ടും മനസ്സിലിങ്ങനെ തികട്ടി വരും. ചോദ്യചിഹ്നമായിട്ട് നിൽക്കുമെന്നാണ് കാണുന്നത്. ഇമോഷണലി ബാലൻസ് വരുത്തുക, സന്തോഷമാവുക. ശരിക്കും ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ ഫ്യൂച്ചറിൽ സാധിക്കും. നിങ്ങളുടെ കൈകളിൽ നല്ല സ്ട്രെങ്തും ശക്തിയുമായിട്ട്. കാരണം നിങ്ങൾ പെയിൻഫുള്ളായ സിറ്റുവേഷൻസിനെ അതിജീവിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇമോഷണലി നല്ലൊരു എക്സ്പീരിയൻസ് എത്തിക്കഴിഞ്ഞാൽ, ഒരു സ്ട്രെങ്ത് ആയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ തകർക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ അതനുസരിച്ചായിരിക്കും പിന്നീടുള്ള നമ്മുടെ ചിന്തകളും പിന്നെ മുന്നോട്ടുള്ള യാത്രയുമൊക്കെ. അപ്പം ആ ഒരു സിറ്റുവേഷൻസിൽ തീർച്ചയായിട്ടും നല്ലതേ വരുള്ളൂ. റൊമാൻസാണ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ബി അസർട്ടീവ് ഇൻ ദി നിയർ ഫ്യൂച്ചർ. അടുത്ത ഏതാനും സമയങ്ങൾക്കുള്ളിലെന്നുണ്ട്. യു ആർ റെഡി. നിങ്ങൾ റെഡിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് വേണ്ടി ഫ്യൂച്ചറിലേക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ ഫ്യൂച്ചറാണ് നിങ്ങളുടെ കൈകളിൽ കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോഴേ തന്നെ അധ്വാനിച്ച് തുടങ്ങിക്കോളുക. റൊമാൻസ് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. അതുപോലെ ഹാപ്പിനെസ് വരും. നിങ്ങളുടെ ഫ്യൂച്ചറിലാണ് നിങ്ങളുടെ മാറ്റങ്ങൾ വരുന്നത്. ഇപ്പോൾ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിലെ ഒരു കാര്യങ്ങളെയും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം നമുക്ക് വേണ്ടി ഫ്യൂച്ചർ ഇപ്പോൾ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മാലാഖ കാണിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന, നാളെയും നിങ്ങൾക്ക് വേദന കിട്ടാത്ത പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരട്ടെ എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും
പഴയ പോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ സിറ്റുവേഷൻസിനെ മാറ്റുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ പോട്ടെ, നമുക്ക് എന്തിനാ അവരെയൊക്കെ. നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ കുറവുകളെയും നമ്മളെ സ്നേഹിക്കാനും പറ്റുന്ന വ്യക്തികളോടൊത്ത് മാത്രം ചേർന്ന് നിന്നാൽ മതി കേട്ടോ. അതാണ് നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് സംശയവും പെയിൻഫുള്ളായ സിറ്റുവേഷൻസും ഒക്കെ നമുക്ക് ഇങ്ങനെ അതിജീവിച്ചു കൊണ്ടേ ഇരിക്കേണ്ട വരും. നമ്മുടെ ജന്മം തന്നെ നമ്മൾ തന്നെ ശപിക്കും നമ്മുടെ ഈ ഒരു ജന്മത്തെക്കുറിച്ച്. അതേസമയം നമുക്ക് ആവശ്യമില്ലാത്തവരെ വിട്ടുകളയുക. നിങ്ങളുടെ അനുഭവങ്ങൾക്കനുസരിച്ച് നിങ്ങൾ കാത്തിരിക്കുക, സ്നേഹിക്കുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക കേട്ടോ. അപ്പം ശരിയെന്നാൽ.